ശ്രുതി ചോദിക്കും, തിങ്കളാഴ്ച മുതലേ ഞാൻ വന്നോട്ടെ തോമസ് ഏട്ടാ. തോമസ് ഏട്ടൻ പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ. തോമസ് ഏട്ടൻ ഞായറാഴ്ച രാത്രി വരെ ആലോചിച്ചോ, തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം. ഞാനൊന്ന് ആലോചിക്കട്ടാ. തോമസ് ഏട്ടൻ ആലോചിക്കാന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമ്മതിച്ചു എന്നാ. തോമസ് ഏട്ടനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ശ്രുതി അവിടുന്ന് പോവാണ്. തോമസ് ഏട്ടൻ ചിരിച്ചുകൊണ്ട് പറയും, റാസ്കൽ. നികേഷും നിധിയും കൂടെ സാധനം വാങ്ങി വരികയാണ്. നിധി ചോദിക്കും, നികേഷേ, ഡിഗ്രി കഴിഞ്ഞിട്ട് നിനക്കെന്താ പ്ലാൻ? നികേഷ് പറയും, വല്ല ജോലിയും നോക്കണം, അക്കൗണ്ടൻ്റായോ അങ്ങനെ എന്തെങ്കിലും. നിധി പറയും, വിദേശത്ത് പോയിട്ട് എന്തോ പഠിക്കണമെന്നില്ലേ നിനക്ക്? നികേഷ് ചോദിക്കും, എനിക്കോ? സുധിയേട്ടൻ പറഞ്ഞതായിരിക്കും അല്ലേ. നമ്മുടെ വീടിൻ്റെ സാഹചര്യം വെച്ച് അങ്ങനെയൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ എന്നെയും വിട്ടിട്ടില്ലല്ലേ? ഞാൻ ഇതുവരെ പഠിച്ചത് തന്നെ സുഭാഷേട്ടനും ഹരീഷേട്ടനും തന്നതുകൊണ്ടാണ്. നിധി ചോദിക്കും, ഹരീഷ് എന്താ ശരിക്കും ചെയ്യുന്നത്? എന്നെ ഇങ്ങനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അയച്ച സ്ഥിതിക്ക് ഹരീഷേട്ടനെ വലിയൊരു മെക്കാനിക്കൽ സ്ഥാപനത്തിൻ്റെ ഓണറാക്കി കാണുമല്ലേ. ആ കള്ളും കൂടി പൊളിക്കാം. ഒരു 10 മിനിറ്റ് കൂടി നടന്നാൽ ഹരീഷേട്ടൻ്റെ ജോലി സ്ഥലമായി. നിധിയും നികേഷും കൂടെ വർക്ക്ഷോപ്പിലെത്താണ്. അവിടെയുള്ള പണിക്കാരൊക്കെ വന്നിട്ട് നിധിയെ പരിചയപ്പെടും. ഹരീഷ് വരുമ്പോൾ നിധിയെ കാണുമ്പോൾ വലിയ സന്തോഷമാവും. നികേഷ് പറയും, ഈ ഷോപ്പിൻ്റെ ഉടമ ഹരീഷേട്ടനാവുന്നാവും സുധിയേട്ടൻ തള്ളിയത്. ഹരീഷ് പറയും, ഞാനിവിടുത്തെ വേറൊരു പണിക്കാരനാണ്. അവിടുത്തെ പണിക്കാർ പറയും, പണിക്കാരനാണെങ്കിൽ കൂടി ഒരു പാർട്ട്ണറെ പോലെയാണ്. ഹരീഷ് പറയും, ഏടത്തേക്ക് ഒരു ചെയർ ഇട്ട് കൊടുക്കടാ. നിധിയെ ഹരീഷ് അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. എന്നിട്ട് അവിടെ ഉള്ളവരോട് 2 ജ്യൂസ് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയും. നിധിക്ക് ചൂടെടുക്കുന്നത് കാണുമ്പോൾ അവിടുത്തെ ഫാൻ എടുത്തിട്ട് നിധിക്ക് നേരെ വെച്ചിട്ട് ഓണാക്കി കൊടുക്കും. നിധി ചോദിക്കും, എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഹരീഷ് പറയും, +2 തോറ്റോ മുതലേ ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു പീറ്ററാശാന എന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന്. അദ്ദേഹം മരിച്ചപ്പോൾ പിന്നെ ഞാനിതെങ്ങനെ ഏറ്റെടുത്തു. അന്ന് എന്നോട് ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിച്ചില്ലേ, അപ്പോഴേ ഞാൻ പറയാൻ നിന്നതാ. നിധി വീട്ടിൽ വന്ന് റൂമിലിരിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ട് വരികയാണ്. എന്തെങ്ങനെ ഫാനൊന്നും ഇടാതിരിക്കുന്നത്, നല്ല ചൂടുണ്ടെന്നൊക്കെ ശ്രുതി പറയും. നമുക്കൊരു AC വാങ്ങണം, അതാകുമ്പോൾ നിധി ഇങ്ങനെ ചൂട് കൊള്ളണ്ടല്ലോ. നിധി അതിനെ കളിയാക്കി ഇങ്ങനെ പറയും. ശ്രുതി ഇങ്ങനെ മനസ്സ് പറയും, ആക്കിയതാണോ? നിധി ചോദിക്കും, അല്ല, നമ്മളെ നികേഷിൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് കോഴ്സിന് അയക്കണമെന്നാണ് ശ്രുതി പറഞ്ഞത്. ശ്രുതിക്കാണേ അന്ന് എന്താ പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ശ്രുതി ചോദിക്കും, അല്ല, എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് അറിഞ്ഞിട്ട്? നിധി ചോദിക്കും, എന്താ പറഞ്ഞതെന്ന് മറന്നുപോയല്ലേ? സത്യമാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, പക്ഷേ നുണയാണെങ്കിലേ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ബബബ അടിക്കേണ്ടി വരും. ഒരു നുണ പറയുകയാണെങ്കിൽ പോട്ടെ, ഇത് നാവെടുത്താൽ നുണ മാത്രം പറയുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കുക? ഹരീഷിൻ്റെ കാര്യം കൂടി നിധി പറയും. ചേട്ടൻ മേസ്ത്രിയാണ്, അനിയൻ മെക്കാനിക്കാണെന്നൊക്കെ പറയുന്നതിൽ ഇയാൾക്ക് എന്താ പ്രശ്നം? ശ്രുതി പറയും, ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നു പോയതാ. ഇങ്ങനെ ഓരോന്ന് എടുത്തു പറഞ്ഞ് എന്നെ നാണം കെടുത്തല്ലേ പ്ലീസ്. ഇയാൾ ഇവിടെ എത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ സത്യം പറഞ്ഞേനെ. ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരാളല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞത്. ഞാനിവിടുത്തെ സത്യങ്ങളൊക്കെ പറഞ്ഞിരുന്നേ ഒരാൾ പോലും എന്നോട് മിണ്ടാൻ പറ്റില്ലായിരുന്നു. ഇയാൾ പോലും എന്നോട് സംസാരിക്കില്ലായിരുന്നു. നിധി ചോദിക്കും, ഞാൻ സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് എന്താ പ്രശ്നം? ശ്രുതി വരെ, എനിക്കല്ല, തനിക്കായിരുന്നു പ്രശ്നം. അതുകൊണ്ടല്ലേ താൻ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത്? ഇല്ലെങ്കിൽ ആ കങ്കാരുവിനും കെട്ടി തൻ്റെ ജീവിതം പോയേനെ. ആ നുണകൾ എനിക്ക് ദോഷം ചെയ്തെങ്കിലും തനിക്ക് നല്ലതേ ചെയ്തോളൂ. ചില കാര്യങ്ങൾ നടക്കണമെങ്കിലേ നമ്മൾ ചെറുതായിട്ട് നുണ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നിധിക്ക് ദേഷ്യം വരും. നിധി അവിടുത്തെ തലയുടെ അടുത്തിട്ട്, നിങ്ങളെ ഉണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞാൽ അടിക്കാൻ നോക്കും. ശ്രുതി അടിക്കലേന്ന് പറഞ്ഞ് പിറകോട്ട് നിൽക്കുകയാണ്. നിധി പറയും, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. ശ്രുതി പതുക്കെ നിധിയുടെ അടുത്തേക്ക് ചെല്ലും. നിധി പറയും, ഇന്നലെ ചെറിയ കുട്ടികളെ പോലെ അച്ഛൻ പറയുന്നത് അതേപോലെ അനുസരിക്കുകയായിരുന്നല്ലോ. അച്ഛൻ പറയേണ്ട താമസം, പായം തലേണയൊക്കെ മടക്കി ഇങ്ങോട്ട് വന്നല്ലോ. ശ്രുതി ചോദിക്കും, അച്ഛൻ പറയുമ്പോൾ ഇടയ്ക്കൊക്കെ അനുസരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഈ ചോദ്യം നികേഷും ഹരീഷും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അവരുടെ മുന്നിൽ വെച്ച് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിധി പറയും, എനിക്ക് വിശ്വാസമില്ല. ശ്രുതി പറയും, ഒരു പകലും രാത്രിയും ഇയാൾ എൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ലേ? ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ഇയാളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഈ സുധീഷേ അന്തസ്സുള്ളവനാ. നിധി പറയും, നിങ്ങൾ ഈ നാക്ക് വെച്ചിട്ട് ആ പാവം സുഭാഷേട്ടനെ അനിയന്മാരെയൊക്കെ പറ്റിക്കാൻ പറ്റും, പക്ഷേ എന്നെ പറ്റിക്കാൻ കഴിയില്ല. ജോലിയുടെ കാര്യത്തിൽ കള്ളം പറഞ്ഞു, എന്നെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ കള്ളം പറഞ്ഞാൽ ഈ നിധി ആരാന്ന് നിങ്ങളറിയും. എല്ലാവരും ഡൈനിങ് ഹാളിലിരിക്കുമ്പോൾ അച്ഛനൊരു പൊതിയായിട്ട് അങ്ങോട്ട് വരിക. എന്നിട്ട് ഓരോ ചുമറ്റ് പോയിട്ട് ഇങ്ങനെ നോക്കും. ഹരീഷ് നികേഷിനോടിക്കും, എന്താടാ? നികേഷ് പറയും, അച്ഛൻ ശ്രുതിയെ ഇരിക്കുന്നിടത്തുനിന്ന് മാറ്റിയിട്ട് ആ ചുമരിൽ ആണി അടിക്കുകയാണ്. കല്യാണത്തിൻ്റെ ഫാമിലി ഫോട്ടോ അവിടെ തൂക്കുന്നത് കാണുമ്പോൾ ശ്രുതിക്ക് വലിയ സന്തോഷമാവും. ശ്രുതി ഇങ്ങനെ മനസ്സ് പറയും, അച്ഛനത് ചെയ്തല്ലേ. നിധിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ സങ്കടമാവും. സുഭാഷ് ചോദിക്കും, അച്ഛൻ എന്ത് പണിയായി കാണിച്ചേ? ഫോട്ടോ ആൽബം ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ഹരീഷ് ചോദിക്കും, എന്തിനാ ആൽബം വേണ്ടെന്ന് പറഞ്ഞ്? സുഭാഷ് പറയും, ഒന്നുമില്ല, വെറുതെ ചിലവ് വേണ്ടാന്ന് കരുതി. സുഭാഷ് അവിടുന്ന് പോകുമ്പോൾ പിന്നാലെ തന്നെ നിധിയും പോവും. നികേഷ് പറയും, ഫോട്ടോ ഏതായാലും കലക്കി, അച്ഛനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഹരീഷ് പറയും, ചെയ്തതാണോ ചെയ്യിപ്പിച്ചതാണോ ആർക്കറിയാം. നിധി വന്നിട്ട് സുഭാഷിനോട് പറയും, സുഭാഷ് ഏട്ടാ, എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം, ഇല്ലെങ്കിൽ ഞാനിവിടെ ഉള്ളവരൊക്കെ ചതിക്കുന്ന പോലെയാവും. ആ സമയത്ത് ഹരീഷ് കൂടെ അങ്ങോട്ട് വരികയാണ്. ഹരീഷ് ചോദിക്കും, ആ ഫോട്ടോ അവിടെ തൂക്കിയതിന് എന്താ പ്രശ്നം? സുധീഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, ആ ഫോട്ടോ അവിടെ തൂക്കിയാൽ എന്താ തെറ്റ്?
സുഭാഷ് പറയും തെറ്റുണ്ടായിട്ടൊന്നുമല്ല, വെറുതെ എന്തിനാന്ന് ചോദിച്ചതെന്ന് മാത്രം. ഹരീഷിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും സുഭാഷിന് മറുപടി ഉണ്ടാവില്ല. സുഭാഷ് ഏട്ടന് ഞങ്ങളെ മനസ്സിലാക്കി എന്ത് വലിയ സ്ഥാനമാണെന്നറിയോ? ഇതൊന്നും ശരിയല്ല സുഭാഷ് ഏട്ടാ. ഒരിക്കലും ഇങ്ങനെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. സുനന്ദ വീട്ടിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ അച്ഛൻ അവിടെ എന്നും കഴിക്കുന്നുണ്ടാവും. ഇവിടെ വരുമ്പോൾ അവിടെ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതല്ലേ നല്ലത്. അമ്മ പറയും നാടൻ കോഴി വറുത്തരച്ചത് അച്ഛന് നല്ല ഇഷ്ടമാണ്. അവിടെ നാടൻ കോഴിയൊന്നും കിട്ടില്ലല്ലോ. അച്ഛൻ പോയിട്ട് 3 വർഷമായി. നിന്റെ കല്യാണം നടത്താനാണ് അവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പോകണ്ടെന്ന് ഞാൻ പറയും. പക്ഷേ നിൽക്കുമെന്ന് തോന്നില്ല. അതെന്താന്ന് സുനന്ദ ചോദിക്കുമ്പോൾ അമ്മ പറയും പിന്നെ ജീവിക്കാൻ കാശ് വേണ്ടേ. സുനന്ദ പറയും കല്യാണം ചെറുതായിട്ട് നടത്തിയാൽ മതിയെന്ന് വിചാരിച്ചാൽ പോരെ. നിന്റെ കല്യാണം നല്ലതുപോലെ നടത്തണം. അതാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്ന. അത് ഭംഗിയായിട്ട് തന്നെ നടന്നോട്ടെ. ഇപ്രാവശ്യം അച്ഛൻ ഞെട്ടിച്ച് കളഞ്ഞല്ലോ. അല്ലെങ്കിൽ വരുന്നതിൻ്റെ 6 മാസം മുൻപ് പറയുന്നതാ. ഇത് ഇന്നലെ പറഞ്ഞു ഇന്ന് വരുന്നു എന്ന്. അമ്മ പറയും എന്തോ അത്യാവശ്യ കാര്യത്തിനാണത്രേ. എന്ത് കാര്യമെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ അമ്മ പറയും വരുമ്പോൾ നീ തന്നെ ചോദിച്ചോ. കാറ് വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ സുനന്ദ പറയും വന്നു. സുനന്ദയുടെ അച്ഛൻ കാറിൽ വന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങുകയാണ്.